പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ KSRTCയുടെ രമേശ് ചേട്ടൻ. നോട്ട് വായിക്കുന്നത് കണ്ടില്ല, വളരെ നന്നായിട്ടാണ് വായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാജി ചേട്ടൻ, ഇവരും ചുറ്റുവട്ടി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ പ്രിയമുള്ളവർ, KSRTCയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നെല്ലിയാമ്പതി ടൂർ പാക്കേജിന് ശേഷം ഗ്രാമയാത്ര ഏത് ഇനം നെല്ലാണ്? ഇത് എന്ത് നെല്ലാണ്? ഏത് ഇനം നെല്ലാണ് ഇത്? വെള്ള നെല്ല്. ഉമ. ഇത് 4 മാസം ഇത് ടൈമുള്ളൂ. രാമശ്ശേരി ഇഡലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഇഡലിയാണിത്. അപ്പം ഇത് കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരിക. ഇവിടെ വന്ന് കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ രുചി എന്താണെന്ന് അറിയുള്ളൂ. രാമശ്ശേരി ഇഡലിയുടെ കൂട്ടിലേക്ക് എന്താ അമ്മ? പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇത് ആയിരിക്കുന്നു നമ്മുടെ രാമശ്ശേരി ഇഡലി. ഈ ആവി പറക്കുന്നതല്ലോ. ഇത് നമ്മുടെ സാധാരണ എല്ലാ തട്ടുപോലെയല്ല, കുറച്ച് പ്രത്യേകത ഉണ്ട്. ഇലയാണോ ചേച്ചി വെച്ച് കൊടുക്കുന്നത്? ഇല ഇലയിൽ ചുക്കുവെള്ളത്തിന്റെ ആണ്. പിന്നെ ഇത് വട. ഈ പരിപ്പുവട മാത്രമേ ഉണ്ടാക്കൂ അമ്മ? ഓരോ ദിവസം ഓരോന്ന് അങ്ങനെയാണോ? യൂസ് ചെയ്യുന്നത് പൊന്നേരി, പിന്നെ തമിഴ്നാട് പൊന്നേരിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? പിന്നെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത് അന്ന് തന്നെ അരച്ച് തീരുമോ? അതോ ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കുന്നത്? ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കൊടുക്കുന്നത്. എത്ര വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്? എത്ര? 100-150 കൊല്ലമാവും. ഞാൻ വന്നിട്ട് 52 കൊല്ലം. ഞാൻ വന്ന് വന്നിട്ട് ഇതന്നെ പണി അല്ലേ? ഓക്കെ. നമ്മുടെ ഇഡലി എത്തിപ്പോയി. എവിടെ ചമ്മന്തിയൊക്കെ? ചട്നി, ചമ്മന്തി. എല്ലാരും കസറ്റ് വന്ന് എല്ലാരും കഴിക്കാം. എന്തൊക്കെയുണ്ടെന്നറിയോ? ഇഷ്ടമുണ്ട്, ചമ്മന്തി ഉണ്ട്, KSRTC സ്പെഷ്യലാണ് കേട്ടോ ഇഷ്ടു. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി. സ്പെഷ്യൽ ആയിട്ടുള്ള 2 വ്യക്തികളെ പരിചയപ്പെടാം. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏതാണ് നമ്മുടെ മുത്താണ് കൊച്ചി എന്ന വ്ളോഗ്സിന്റെ അമരക്കാരാണ് ഇവർ രണ്ടുപേരും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അപ്പൊ നമ്മുടെ പാലക്കാട് നിങ്ങൾ ആദ്യമായിട്ടാണോ?
ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് വരുന്നത്, ഈ ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. നിങ്ങൾക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നോ, എങ്ങനെ അറിഞ്ഞിട്ടാണോ? അത് നമ്മുടെ KSRTC ഉബൈ സാർ ഇൻവൈറ്റ് ചെയ്തതാണ്. നമ്മുടെ നെല്ലിയാമ്പതിയിൽ വന്നിരുന്നോ? നെല്ലിയാമ്പതി ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് വരുന്നത്. നമുക്ക് നമ്മുടെ KSRTC തന്നെ ട്രിനിറ്റി ഷിപ്പിൽ അതിന്റെ ഒരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ രാമശ്ശേരി ഇഡലി? അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല ദോശ ഇഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡലി അല്ലേ? നമ്മളൊക്കെ ഉണ്ടോണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇഡലി കണ്ടുള്ളൂ. ഇതൊരു ദോശയുടെ ടൈപ്പാണ്, പക്ഷെ അതേപോലെ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പൊതുവെ ഇങ്ങനെ ഇഡലി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ വടയാണെങ്കിലും അടിപൊളിയായിരുന്നു. ശരിയാ, ഒരു തവണയെങ്കിലും വന്ന് ഇത് കഴിച്ചു നോക്കണം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ശരി. കേരളത്തിൽ ആദ്യമായി BTCയുടെ നേതൃത്വത്തിൽ ആദ്യമായി നമ്മൾ നടത്തപ്പെടുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു ട്രിപ്പാണ് നമ്മുടെ ഈ ഗ്രാമയാത്ര എന്ന് പറയുന്നത്. അതായത് പാലക്കാടാണ്, നമ്മുടെ പാലക്കാട് KSRTC ഡിപ്പോയാണ് ആദ്യമായിട്ട് ഇതിന് തുടക്കം കുറിച്ചത്. പ്രകാരമുള്ള ഒരു വീടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും അതിമനോഹരമാണ് ഈ വീട്ടിലെ കാഴ്ചകൾ. ഓരോ സെറ്റിങ്സും അത്ര തന്നെ സൂപ്പറാണ്. നടുമുറ്റൊക്കെ ആയിട്ട് വളരെ ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം, വളരെ നല്ല തണുപ്പാണ്. പുറത്ത് അങ്ങനെ കൊടും ചൂടിൽ ഇതിനുള്ളിൽ കയറിയപ്പോൾ എന്തൊരു തണുപ്പാണെന്നറിയോ. നോക്കി വാഷ് ചെയ്യുന്നത് സൂപ്പറായിട്ടില്ലേ? ശരിക്കൊരു ഉരുളീനെ അവർ ഇതാക്കിയിട്ടാണ്, വെറൈറ്റി ആയിട്ടുണ്ട്. സംസ്ഥാന കർഷക ശ്രീ ജേതാവാണ് ശ്രീമതി ഭുവനേശ്വരി ചേച്ചി. കാരണം ഒരുപാട് അഭിനന്ദനങ്ങൾ, ഗൃഹലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. വീടെന്ന് പറയാൻ എന്താ ഒരു വളരെ ഒരു നൈസ്, വളരെ ഇതായിട്ടുണ്ട്. എന്തൊരു തണുപ്പല്ലേ. ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചെറിയ മാവുകളൊക്കെ ഉണ്ടോ, ഭയങ്കര വരൾച്ചുള്ള സമയമാണ്. ഇവിടെ വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ ഇവര് മൊത്തം ഈ പൈപ്പ് മെഷിലൂടെ ആണ് നനയ്ക്കുന്നത്. ചെറുനാരങ്ങയുടെ ഇതല്ലേ ഈ പശു? ഇതല്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പാലിന് ഔഷധ ഗുണം കൂടുതലാണ്. അതുപോലെ അതിന്റെ പാല് കുറച്ചാണെങ്കിൽ അതിന് നെയ്യും ഇതിനൊക്കെ ഭയങ്കര പ്രതിരോധ ശക്തി കൂടുതലാണ്. ക്യാൻസർ പ്രതിരോധ ശക്തി, ഔഷധ ഗുണം ക്വാണ്ടിറ്റി കൂടുതലാണ്. ഇത് എത്രയായി? ഇതിപ്പോ ഒരാഴ്ചയായിട്ടുള്ളോ? ടൈഗർ
എന്താ പിന്നാലെ വരുന്നവർക്ക് ടൈഗർ 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 ആ ഞങ്ങൾ വരുമ്പോ എന്തായാലും മാങ്ങ പറഞ്ഞു കാവൽക്കാരൻ നിങ്ങൾ വല്ല മാങ്ങയോ വല്ല കടിച്ചു മാറ്റിണ്ടോ നോക്കാൻ പറ്റി വരാ അമ്പലക്കുളം വാവ് സൂപ്പർ. ഇവിടെ ഒരു ഏറുമാടൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതേ ഒരു കുളവും അതിലൊരു ഏറുമാടമൊക്കെ സൂപ്പറാണ്. അടിപൊളി ഏറുമാടാണ് കേട്ടോ. നടന്നു വരികയാണ്. അതെല്ലാം ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ടൂറിസം കൂടുതൽ സാധ്യമായ ഇടങ്ങളിലേക്കാണ് കൂടുതൽ യാത്രകൾ ഇതുവരെ നടത്തി വന്നത്. നെല്ലിയാമ്പതി, അതുപോലെ മൂന്നാർ, അതുപോലെയുള്ള ഒട്ടനവധി നമുക്ക് ഈ നെഫർട്ടിറ്റി ക്രൂയിസ് ഉൾപ്പെടെ കപ്പൽ യാത്രയും കടൽ യാത്രയും ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞുള്ള ഒരു യാത്രയാണ്. കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരുപാട് അതായത് കൂടെ വന്നിട്ടുള്ള ഈ കഠിനാധ്വാനത്തിന്റെ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടുള്ള ഒരു കഠിനാധ്വാനത്തിന്റെ ഔട്ട്കമാണ് ഈ കർഷകശ്രീ അവാർഡും ഒക്കെ. ഇവിടെ ഇരിക്കുന്ന വനിതാ സുഹൃത്തുക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം നമ്മളൊക്കെ വിചാരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭുവനേശ്വരി ചേച്ചിയെ ഷാളണിക്കുന്നതിന് വേണ്ടി KSRTC പാലക്കാട് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ PA ഉബൈദ് അവരെ വളരെ ബഹുമാനത്തോടുകൂടി വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഭുവനേശ്വരി ചേച്ചിയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വളരെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും കാണട്ടെ. ഫോട്ടോഗ്രാഫേഴ്സ് നല്ലൊരു കൈയടി കൊടുക്കാവുന്നതാണ്. ഇത്രയും തിരക്കിനിടയിൽ എല്ലാരും കൂടെ വന്ന് ഇനിയിപ്പോ എന്റെ ഭക്ഷണം ഇവിടെയുള്ള പച്ചക്കറികളും കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം, ഒരു വിഷം അതിലില്ല.
പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു സാധനങ്ങളും കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഹോട്ടലിൽ പോയാൽ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, ഒക്കെ വാങ്ങിച്ച സാധനങ്ങളല്ലേ. ഇത് നമ്മുടെ ഈ തൊടിയിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ അത് കഴിക്കുക. അതാണ് എനിക്ക് എൻ്റെ സന്തോഷം. എല്ലായിടത്തും കൊയ്ത്ത് കഴിഞ്ഞാൽ വിശ്രമമാണ്, ഉത്സവമാണ്, ആഘോഷമാണ്, പാട്ടാണ്, കളിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ടാണ്. എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോലായുഗത്തിൽ ആദികളല്ലോ കാലം പോലായുഗത്തിൽ നീയരയും ആരയരയും ഓരയരയും ആരയരയും ഓരയരയും ആരയരയും തന്നാലേ ആരാധിന തന്നാരും താരാ തന്നാലേ ആരാധിന തന്നാരും താരാ ആദികളല്ലോ ലന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ ആദികളല്ലോ ലന്തമില്ല ഇന്നെ കാണാൻ വരുന്നോക്കെ പൊന്നു വേണം, പണവും വേണം. വീടാണെങ്കിൽ ഉരകിടവും ബോധിച്ചില്ല. നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോറും കുഞ്ഞിപ്പെണ്ണെ പെണ്ണിപ്പെണ്ണെ നിന്നെ കെട്ടാൻ ശംഖൂരി ശങ്കരാനി ശങ്കയേറും നേരം മുൻപേ ചിന്തുപാടി എത്തിയിടം സുന്ദര സ്വലോക വർമ്മ ചന്ദ്രചൂട ചാരുഹാസ മൈലാഞ്ചി നല്ല മൈലാഞ്ചി മണമുണർത്തും നല്ല മൈലാഞ്ചി മണമുണർന്നേ നല്ല മണമുണർന്നേ മൈലാഞ്ചീരൻ മണമുണർന്നേ തകർത്തിത്തത്തില്ലത്തെ 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 എന്നടി മുനിയമ്മാവും കണ്ണിലേ മയ്യേ യഹുബജമയ്യേ നാംബജമയ്യേ നീ മുനാലേ ഊനേ നാമിനാലേ വാരെ നീ മുനാലേ ഊനേ നാമിനാലേ വാരെ ട്രൂപ്പിന്റെ ഡാൻസ് തെരഞ്ഞെടുക്കുന്നതിന് പ്രധാന കാരണം പൂതപ്പാട്ട് നമുക്കറിയാം, മാതൃത്വത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ്. ഒന്ന് പെറ്റമ്മയും ഭൂതം എന്ന ആശയത്തിന്റെ മഹത്തരമായ മറ്റൊരു വാക്ക് ഈ ലോകത്തിലില്ല. ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ട തന്റെ പൊന്നോമനയെ തന്റേതു മാത്രമാക്കാൻ ഭൂതത്തിനു മുന്നിൽ അടിപതറാതെ സർവശക്തിയും എടുത്തു പോരാടിയ ഒരു അമ്മയുടെ വിജയഗാഥയാണിത്.
കഴിക്കാൻ എന്തായാലും എടുത്തിട്ട് ഈ മാങ്ങാച്ചാറാണല്ലോ. ഞാൻ മാങ്ങ പറക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. അതെന്താ കൂട്ടുകറിയാ? ഇതെന്താ? ഏതിലും മെഴുക്കുവരട്ടി? ഇത് പേരിയല്ലേ? രസത്തിന്റെ മണമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. രസമല്ലേ? രസത്തിന്റെ മണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. അത് നമുക്ക് കാളവണ്ടി യാത്രയും അങ്ങനെ ചുള്ളിയാർ ഡാമിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണും. ഞാൻ സസ്പെൻസായി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണാം.